ഇറ്റലിയെ ഫുട്ബോൾ പഠിപ്പിക്കാൻ വീണ്ടും റോബർട്ടോ മാൻസിനി എത്തുന്നു. 2020 യൂറോ കപ്പ് സമ്മാനിച്ച പരിശീലകനിലൂടെ ലോകകപ്പ് യോഗ്യതയടക്കം നേടാനാകുമെന്നാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രതീക്ഷ. തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ. 2006 ലോക ചാമ്പ്യന്മാരെങ്കിലും അവസാന 3 ലോകകപ്പുകളിലും യോഗ്യത പോലുമില്ല. പരീക്ഷണങ്ങൾ പലത് നടത്തി, പരിശീലകർ പലത് വന്നു. പക്ഷേ ഇറ്റലിയുടെ കളി മാത്രം മാറിയില്ല. ഇതോടെ കളി പഠിപ്പിക്കാൻ കരുത്തരെ തേടിയിറങ്ങി ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ. ഇറ്റലിക്കാരൻ തന്നെയായ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ബ്രസീലായിരുന്നു ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തത്. മാഞ്ചസ്റ്റർ സിറ്റി വിട്ട പെപ് ഗ്വാർഡിയോളയുമായും ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ മുൻ ഇറ്റാലിയൻ താരം ആന്ദ്രേ പിർലോ വരുമെന്ന് ഉറപ്പിച്ചെടുത്തു നിന്നാണ് മാൻസിനി എത്തുന്നത്. ക്ലബ്ബ് കരിയറിലും ദേശീയ ടീമിലും മികച്ച റെക്കോർഡുണ്ട് റോബർട്ടോ മാൻസിനിക്ക്. മാഞ്ചസ്റ്റർ സിറ്റി 2011-12 സീസണിൽ ആദ്യമായി പ്രീമിയർ ലീഗ് കിരീടം നേടുന്നതും 2020 ഇറ്റലി യൂറോ ചാമ്പ്യന്മാരായതും മാൻസിനിയുടെ കീഴിലാണ്. 2018 മുതൽ 2021 വരെ തോൽവിയറിയാതെ 37 മത്സരങ്ങളിൽ ഇറ്റലി മുന്നേറിയതും മാൻസിനിയുടെ തന്ത്രങ്ങളുടെ കരുത്തിലാണ്. എന്നാൽ 2022 ലോകകപ്പ് യോഗ്യത ലഭിക്കാതായതോടെയാണ് ഗട്ടുസോയെ നിയമിച്ചത്. ആ പരീക്ഷണവും പരാജയപ്പെട്ടതോടെയാണ് വീണ്ടും മാൻസിനിയിലേക്ക് എത്തുന്നത്. വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് മാൻസിനിയുടെ നിയമനം. പിർലോയെ പരിശീലകനാക്കാത്തതിനെ തുടർന്ന് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ടെക്നിക്കൽ ഡയറക്ടർ പൗളോ മാൾഡീനിയും ഉപദേശകൻ ലിയോണാർഡോയും രാജിവച്ചിരുന്നു. ദേശീയ ടീമിന്റെ പരിശീലകനായി ആന്ദ്രേ പിർലോയെ നിയമിക്കണമെന്ന ഇരുവരുടെയും ശുപാർശ ഫെഡറേഷൻ തള്ളിയതോടെയാണ് രാജി. സെപ്റ്റംബറിൽ തുടങ്ങുന്ന നേഷൻസ് ലീഗ്, 2028 യൂറോ കപ്പ്, 2030 ലോകകപ്പ് തുടങ്ങിയവയാണ് മാൻസിനിക്ക് മുമ്പിലെ വെല്ലുവിളി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.